വിദ്യാർത്ഥികളെ നമ്മൾ ഈ ആദ്യത്തെ 8 ചോദ്യം എങ്ങനെ വരും എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ 6ാമത്തെ ചോദ്യം നോക്കാം. ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 100 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ തന്നെ. ഇഫ് ദ കട്ട് ഔട്ട് 2 ഈക്വൽ ഹെമിസ്ഫിയർ, ഇതിനെ കട്ട് ചെയ്തിട്ട് 2 ഹെമിസ്ഫിയറെ പകുതി അർദ്ധഗോളങ്ങളാക്കി മാറ്റി. വാട്ട് ഇസ് ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? ഓരോ ഹെമിസ്ഫിയറിന്റെയും സർഫസ് ഏരിയ എത്ര വരും? അപ്പം സർഫസ് ഏരിയ കാണുക സ്ഫിയറിന്റെ 4 പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 100. അപ്പോൾ അതിൽ പൈ ആർ സ്ക്വയർ ഈക്വൽ 100/4 ഈക്വൽ 25 കിട്ടും. ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണുക പിന്നെ 3 പൈ ആർ സ്ക്വയർ. ഈ ഭാഗം ഉണ്ടാവും, അതിന്റെ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ 3 പൈ ആർ സ്ക്വയർ. അപ്പൊ 3 × 25 കിട്ടും, അതായത് 75 ആണെന്ന് എന്ന് മനസ്സിലാവും. 7ാമത്തെ ചോദ്യം, ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ 3x - y = 0. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ലൈൻ ഇക്വേഷൻ 3x - y = 0. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1, 3 is a point on this line. രണ്ടാമത്തെ 3, 1 is a point on this line. പിന്നെ മൂന്നാമത്തെ ദ പോയിന്റ് where the line cuts the x-axis 3, 0. നാലാമത്തത് ദി y coordinate of each point on the line is thrice the x coordinate. ഇങ്ങനെ 4 പോയിന്റ് ആണ്. A1 and 3 are true, B1 and 4 are true, C2 and 3 are true, D3 and 4 are true. അങ്ങനെ കൊടുത്തത്. അപ്പോൾ ബി ആണ് ആൻസർ. 1ഉം 4ഉം ശരിയാണ്. അതായത് ഒന്നാമത്തെ ചോയ്സ് എന്താണ്? 1, 3 is a point on this line. ഓക്കെ, പിന്നെ അതിലെ പോയിന്റ് ലൈനുമുള്ള ഒരു പോയിന്റ് ആണ് 1, 3. കാരണം 3x - y = 0 എന്ന് പറഞ്ഞാൽ y = 3x എന്ന് കിട്ടും. അപ്പൊ x ന് 1 കൊടുക്കുമ്പോൾ y 3 ആയിരിക്കും. 1, 3 അത് കറക്റ്റ് ആണ്. നാലാമത്തെ പോയിന്റ് ഇങ്ങനെയാണുള്ളത്. the y coordinate of each point on the line is thrice the x coordinate. അപ്പം പിന്നെ y എന്ന് പറഞ്ഞത് എക്സിന്റെ 3 ഇരട്ടിയായിട്ടാണ്. ഇപ്പൊ ഈ 2 പോയിന്റുമാണ് ഇതിൽ കറക്റ്റ് ആൻസർ ഉള്ളത്. അതുകൊണ്ട് ചോയ്സിൽ ബി എടുക്കും. 1 and 4 are true എന്ന ചോയ്സ് നമ്മൾ എടുക്കും. 8ാമത്തെ ചോദ്യം എങ്ങനെ വരും? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി കോഡ് എ ബി പിന്നെ ഇസ് ദിസ് ഫിഗർ ഇൻ ദിസ് ഫിഗർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി കോഡ് എ ബി ഇൻ ദിസ് ഫിഗർ? ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്. ആ ഫിഗറിലെ എ ബിന്റെ നീളം കാണാൻ, കോഡിന്റെ നീളം കാണാൻ. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 5 സെന്റിമീറ്റർ. റേഡിയസ് തന്നിട്ടുണ്ട്, കോഡ് തന്നിട്ട്. അപ്പൊ ഓർമ്മയാണ് 2r × sin c/2. അപ്പം പിന്നെ അതിൽ നിന്ന് ഇതിന്റെ കോഡ്, അതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടെത്തണം. അപ്പം പിന്നെ 55, 25 തന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുകളിൽ 100 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് 80 വരും. അപ്പൊ അവിടെ നിന്ന് ആ കോഡിന്റെ സെൻട്രൽ ആംഗിൾ മനസ്സിലാക്കുന്നു. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് 80 എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ 2r × sin c/2. 2r റേഡിയസ് 5 ആണ്. അപ്പൊ 2r × 10 × sin 80 എന്ന് എഴുതും. ഇങ്ങനെയാണ് 8 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു ഓൾ.